ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഫെഡറൽ കരാറുകളും ഗ്രാന്റുകളും പരിശോധിക്കാൻ ട്രംപിന്റെ നീക്കം. ക്യാമ്പസിലെ യഹൂദ വിദ്വേഷം നേരിടാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ഫെഡറൽ കരാറുകളും ഗ്രാന്റുകളും സമഗ്രമായി പരിശോധിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ്, US ജനറൽ അഡ്മിനിസ്ട്രേഷൻ തിങ്കളാഴ്ച വെളിപ്പെടുത്തിയതാണ് ഈ വിവരം. യഹൂദ വിദ്വേഷം ഒതുക്കാൻ നിയോഗിച്ചിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഹാർവാർഡിനുള്ള 255.6 മില്യൺ ഫെഡറൽ കരാറുകൾ അവലോകനം ചെയ്യുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. എഡ്യൂക്കേഷൻ സെക്രട്ടറി ലിൻഡ മാക്ഹോൺ പറഞ്ഞു, ഹാർവാർഡ് തലമുറകളായി അമേരിക്കൻ സ്വപ്നത്തിന്റെ പ്രതീകമായിരുന്നു. യഹൂദ വിദ്വേഷത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകാൻ ഹാർവാർഡിന് കഴിയാതെ വരികയും വിഭജനത്തിന്റെ ആദർശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ യൂണിവേഴ്സിറ്റിയുടെ കീർത്തി ഇല്ലാതാവും. ഹാർവാർഡിന് ഈ തെറ്റുകൾ തിരുത്താൻ കഴിയും. കൊളംബിയ യൂണിവേഴ്സിറ്റിക്കെതിരെ ഇത്തരമൊരു അന്വേഷണം നടത്തിയതിനെ തുടർന്ന് അവർ ഫെഡറൽ ഗ്രാന്റുകൾ തിരിച്ചുകിട്ടാൻ 9 വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വന്നു. ടാസ്ക് ഫോഴ്സ് അവരുടെ 400 മില്യൺ ഗ്രാന്റ് പിടിച്ചുവച്ചിരുന്നു. ഗവൺമെന്റ് അമിത അധികാരം പ്രയോഗിച്ചു എന്ന വിമർശനം ഉണ്ടായപ്പോഴും യഹൂദ ഗ്രൂപ്പുകളുടെ കയ്യടി അവർക്ക് ലഭിച്ചു. ഹാർവാർഡിനും കൊളംബിയയ്ക്കും പുറമെ ഡസൻ കണക്കിന് യൂണിവേഴ്സിറ്റികൾക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഫെഡറൽ ധനസഹായം പ്രധാനമായതുകൊണ്ട് ഈ സമ്മർദ്ദം അവർക്ക് അവഗണിക്കാൻ ആവില്ല. Today's headlines brought to you by Malabar Gold and Diamond.